അത് തന്നെ നിങ്ങൾ നോക്ക്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് എത്രയാണ് അയാൾ ചുരുക്കി നിസ്കരിക്കുന്നത് എന്നറിയുമോ? വജ്ജഹത്തു അയാളെ നിസ്കാരത്തിലില്ല, അഊദു അയാളെ നിസ്കാരത്തിലില്ല. അതേ, ഒരു ആയത്ത് ഓതേണ്ട സുന്നത്തായ സ്ഥലത്തൊരു ആയത്തും ഇല്ല. റുക്കൂഇന്റെ തസ്ബീഹ് 3 ഇല്ല, സുജൂദിന്റെ തസ്ബീഹും 3 ഇല്ല. അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് സ്വലാത്തും ഫുള്ളില്ല. അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കൽ കറാഹത്തായ ദുആയുണ്ട്, അതും ഇല്ല. എത്ര പെട്ടെന്നാന്നറിയാം. ചിലയിടത്തൊക്കെ അങ്ങനെ ആരെങ്കിലും തറാവിയൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഇമാമിന് സർട്ടിഫിക്കറ്റാണ്. 8 മണിക്ക് തുടങ്ങി 8:25 ഒരു 8:30 അരമണിക്കൂർ കൊണ്ട് തീരാണെങ്കിൽ സൂപ്പർ ഇമാമാണ്. നല്ല സൂപ്പർ ഇമാമാണ്. 4 പള്ളിയിൽ ബാബക്ക് ഒരു സ്ഥലത്ത് 8 മുതൽ 8:30 വരെ, വേറെ സ്ഥലത്ത് 8 മുതൽ 9 വരെ, വേറെ സ്ഥലത്ത് 9, 9:30 വരെ. ഇമാമെന്നോട്ടെ 4 പള്ളിയിൽ ഇത് പറ്റൂലേ? അത് അതിൻ്റെതായ സുന്നത്തും ചട്ടവും മട്ടൊക്കെ പാലിച്ച് നിർവഹിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഏച്ചുട്ടിയുള്ള ഒരു നിസ്കാരമാണ്. ഇനി അതന്നെ വെട്ടി ചുരുക്കി എന്താ ഉണ്ടാകുക? സുന്നത്ത് എങ്ങനെ നിർവഹിക്കണം എന്നറിയാം നിങ്ങൾ? ഒരൊറ്റ ഹദീസ് ഞാൻ അതിന് പറയാം. കുറെ ഹദീസുകളുണ്ട്. ഒറ്റ ഹദീസ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അന്നാഫിലത്തു ഹദിയത്തുൽ മുഅ്മിൻ ഇലാ റബ്ബിഹി. സുന്നത്തായ അമലുകൾ മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. നിങ്ങളെ പൊരേനെ അപ്പുറത്തുള്ളൊരു വീട്ടിൽ, ഇവിടെ വീട് കൂടുതൽ എന്താ പറയാ, പൊരക്കുടി, അതിലേക്ക് പോവാണ്. മനസ്സിലായില്ലേ? അതിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ക്ലോക്ക് കൊണ്ടുപോകാം. ഒരു പാരിതോഷികമായിട്ട് ആ ക്ലോക്ക് ആ കവർന്നെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കൂല. അതുള്ള കവറിന്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് വർണ്ണക്കടലാസ് കൊണ്ടൊന്ന് ചുറ്റി, പിന്നെ അത് വേറൊന്ന് ഒട്ടിച്ച് ഒരു കവറിലാക്കി, കവർ പെട്ടിയിലാക്കി ആ പെരക്കാരനത് അയച്ചുണ്ടാക്കണമെങ്കിൽ 1 അരമണിക്കൂറിന്റെ അധ്വാനം ഉണ്ടാവൂലേ? ഒരു ചെറിയ സാധനത്തിന് എത്ര കെട്ടുപട്ടൊക്കെ കൊണ്ടുപോകുക. പക്ഷെ അതിനൊരു വൃത്തിയും ഒരു ഭംഗിയുണ്ട്. കാരണം ഒരു സാധനം ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം. അപ്പൊ ആ വാങ്ങുന്ന ആൾക്കും ഒരു സന്തോഷമുണ്ട്, കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം. സംഗതി പതിൽ എന്താണത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയില്ലേ? അറിയുന്നു, വാങ്ങുന്ന ആൾക്കും അറിയില്ലേ? അറിയും, ഈ രൂപം വാങ്ങണോ കണ്ട്. പക്ഷെ അത് കൊടുക്കുന്നിടത്തൊരു കെട്ടുമട്ടുണ്ട്. അതേപോലെയാണ് സുന്നത്തായ കർമ്മങ്ങളൊക്കെ ഹദിയത്തുൽ മുഅ്മിനി ഇലാ റബ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പാരിതോഷികമാണ്, ഒരു പ്രസന്റേഷനാണ്. ഫൽയുഹ്സിൻ അഹദുക്കും ഹദിയതഹു വൽയുതയ്യിബ്ഹാ. ഓരോരുത്തരും അവരവരുടെ ഹദിയ അള്ളാഹുവിലേക്ക് മെച്ചപ്പെടുത്തണം, ഭംഗിയാക്കണം, നല്ല രൂപത്തിലാക്കണം. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് വിടാതെ, അതേ ദിക്ർ വിടാതെ, അത്തഹിയ്യാത്തൊന്നും കുറക്കാതെ, സ്വലാത്തൊന്നും കുറക്കാതെ, ദുആ ഒന്നും കുറക്കാതെ നിസ്കരിക്കുന്നൊരു സുന്നത്തിന് എത്ര ഭംഗിയുണ്ട്. വജ്ജഹത്ത് ഫുള്ളായിട്ട് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ദിക്റില്ലേ, ആ ദിക്റെങ്കിലും ചൊല്ലണം. ഫത്ഹുൽ മീൻ പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അത് നീളായി തോന്നാണോ? നാ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നെങ്കിലും ആ സ്ഥലത്തൊന്ന് ചൊല്ലിയിട്ട് കറാഹത്ത് വരാതെ സുന്നത്ത് കിട്ടുന്ന രൂപത്തിൽ വജ്ജഹത്ത് ഫുള്ളായിട്ടല്ലെങ്കിലും അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദിക്റെങ്കിലും ചൊല്ലിയിട്ട് സുജൂദിലും റുക്കൂയിലൊക്കെ 3 തസ്ബീഹെങ്കിലും പൂർത്തിയാക്കിയിട്ട് 11 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! അത്രയില്ല 7 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! അത്രയും ഇല്ലല്ലോ 5 ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! ചുരുങ്ങിയതൊരു 3 ചൊല്ലിയിട്ട് കുറച്ചെങ്കിലും ഒരു രൂപഭാവത്തിലൊന്ന് മിനുക്കിയിട്ട് അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോ അതിന് സ്വീകാര്യത വേറെയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മളെ പ്രസന്റേഷൻ കെട്ടും മട്ടും നന്നാക്കി കൊണ്ടുപോകുന്നത് പോലെ റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ മട്ടത്തിൽ നന്നാക്കി വിടണം. അല്ലേ? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലേ?
വജ്ജത്തുല്ല. ഔദു സുന്നത്തുണ്ട്. അത് സുന്നത്തില്ലേ? ഔദു സുന്നത്ത്. ഔദു സുന്നത്തുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞ ആരെങ്കിലൊക്കെ കണ്ണൊക്കെ തുറച്ചു നോക്കും. അല്ലെങ്കിൽ തന്നെ നേരമില്ലാത്ത മൂപ്പര് ഔദിട്ട് വന്നിട്ട് ആൾക്കാരെ നോട്ടം കണ്ടാല് അന്നേതെങ്കിലും കുടി കുടിച്ചു പോണ്ടി വരും പേടിയായിട്ട്. ഔദു സുന്നത്തുണ്ട്. രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹംദ് ചൊല്ലൽ സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലി എന്ന് ചൊല്ലുന്നതിന്റെ കൂടെ വസല്ലിം എന്നുകൂടി ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുകൂടി പറയൽ സുന്നത്തുണ്ട്. ഇതൊക്കെ പാലിച്ചുള്ള ഒരു നിസ്കാരാകുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുമുട്ടും വേറുണ്ടാവും. ഇതുകൊണ്ടാണ് ഈ സുന്നത്തുകളൊക്കെ എടുത്ത് പാലിച്ച് ശീലിച്ച് നിസ്കരിച്ച ആലിമീങ്ങളെ കൊണ്ടും സാദാത്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരത്തിന് മുന്തിക്കുന്നത്. ഇതൊക്കെ പാലിച്ചവർ നിസ്കരിക്കുമ്പോ ബാക്കിയുള്ള ലോക്കൽ നിസ്കാരം പോലെ ആകൂല, അതിന് സ്വീകാര്യത കൂടി കിട്ടും. അതിനാണ് അതൊക്കെ പാലിച്ചല്ലേ അവർ നിസ്കരിക്കുന്നത്, അതിനാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ പാലിച്ചാകണം നിസ്കരിക്കേണ്ടത്. സുന്നത്തുകളിലുള്ള സുന്നത്തുകളും ഫർദുകളൊക്കെ പാലിക്കണം, കൃത്യമായിട്ട് ഭംഗിയാക്കിയിട്ട് നിർവഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഓരോ സുന്നത്തുകളും അങ്ങനെ ഭംഗിയാക്കി നിർവഹിക്കുമ്പോ അത് നമുക്ക് വലിയ സ്വീകാര്യതക്കുള്ള മാർഗമാണ്. അതേ, അതിൽ പിശുക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. ശുഹ്റുൻ മുത്വാഅ്, ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. 3 എണ്ണിയപ്പോൾ ശുഹ്റുൻ മുത്വാഅ്, വഴിപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്. ആ പിശുക്ക് വേണ്ട. അതേ, ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് ചെലവഴിക്കേണ്ടത് അതേ രൂപഭാവത്തിൽ ഉപയോഗിക്കണം, ചെലവഴിക്കണം. അവിടെ പിശുക്കരുത്. നല്ല രൂപത്തിലും ഭാവത്തിലും ചെലവഴിക്കണം. വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അത് സ്വന്തത്തിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇബാദത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അവിടെയൊന്നും പിശുക്കണ്ട. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു